അടുത്തതായി 618 നാമം ശ്രീകര. അപ്പോൾ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുമായിട്ട് ഭഗവാൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ശ്രീകര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശ്രീം കരോതി, ശ്രീയെ ഉണ്ടാക്കുന്നവൻ, ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ ഉണ്ടാക്കുന്നവൻ എന്നൊക്കെയാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം. ഏതുപോലെയാണോ ഭഗവാന്റെ പരരൂപത്തോട് അഭേദ്യയായി ദേവി നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ വ്യൂഹ വിഭവ രൂപങ്ങളിൽ അവതരിക്കുമ്പോഴും ഭഗവാൻ അവരെ സ്വാനുരൂപയാക്കുന്നു എന്നതിനാൽ ശ്രീകര എന്ന് നാമം. ഭഗവാന്റെ പരമമായിട്ടുള്ള രൂപത്തോട് നിത്യം ചേർന്നിരിക്കുന്നവളാണ് ലക്ഷ്മി ദേവി. അപ്പം പരരൂപത്തിൽ ഇരിക്കുമ്പോൾ ലക്ഷ്മി ദേവി ഭഗവാനോട് ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ വ്യൂഹ വിഭവ രൂപങ്ങളിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ അപ്പോഴും ഭഗവാൻ അവരെ സ്വാനുരൂപയാക്കുന്നു. ഈ ഓരോ വ്യൂഹ വിഭവ രൂപങ്ങൾക്കും അതത് ശക്തികൾ വേറെ ഉത്ഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വാസുദേവ സംഘർഷണ പ്രദ്യുമ്നാനിരുദ്ധന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ശക്തികളുണ്ട്. ലക്ഷ്മി, കീർത്തി, ജയ, മായ, ഇങ്ങനെ 4 ശക്തികൾ. പിന്നെ വിഭവം, അത് ഈ വ്യൂഹങ്ങൾ, വ്യൂഹാന്തരങ്ങൾ, 12 മൂർത്തികളായിട്ടുള്ള വ്യൂഹാന്തരങ്ങൾ പിന്നീട് വിഭവങ്ങളായി മാറുമ്പോഴൊക്കെ ഇവർക്കൊക്കെ എപ്പോഴൊക്കെ ഭഗവാൻ വ്യൂഹവിഭവങ്ങളായിട്ട് രൂപമെടുക്കുന്നുവോ അപ്പോഴൊക്കെ അതത് രീതിയിൽ ശക്തികളും രൂപമെടുക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ദേവിയെ പരരൂപത്തോടു കൂടെ തന്നെ വ്യൂഹവിഭവ രൂപങ്ങളിലും തൻ്റെ അനുരൂപയായി ഭഗവാൻ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ശ്രീകര എന്ന് നാമം. വിഷ്ണു പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു: ദേവത്വേ ദേവദേഹേയും മാനുഷത്വേ ച മാനുഷീ. ദേവരൂപം കൈക്കൊണ്ടാലോ മാനവരൂപം കൈക്കൊണ്ടാലോ ദേവിയും അതോടുകൂടി ഭഗവാന് അനുരൂപയായി ഭവിക്കുന്നു. ഭഗവാൻ ഏത് രൂപമെടുത്താലും ആ രൂപത്തോടുകൂടി, ആ രൂപത്തിൽ നിന്നും ഭിന്നമല്ലാതെ ലക്ഷ്മി ദേവിയും രൂപമെടുക്കും. നമ്മൾ കാണുന്ന, നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ നിന്നും ഭിന്നമല്ല. നമ്മൾ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഈ ലോകവും ഉണ്ട്. ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് ശക്തിയും, ഈ കാണുന്ന ഞാൻ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരിലെയും ഞാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപങ്ങളും ആണ്. നമ്മൾ ഓരോരുത്തരും ശരിക്കും ഭഗവത് വിഭവങ്ങളാണ്. അപ്പോൾ നമ്മളുള്ളപ്പോഴും മുഴുവൻ നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകവും ഉണ്ട്. അപ്പം അങ്ങനെ ദേവിയെ ഉണ്ടാക്കുന്നവൻ, ദേവിയെ തൻ്റെ അനുരൂപയാക്കി സൃഷ്ടിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശ്രീകര എന്ന് നാമം. 619 നാമമാണ് അടുത്തത്. ശ്രേയ ശ്രീമാൻ. ഞാനിത് ശ്ലോകത്തിലെ നാമങ്ങൾ പറയുന്ന സമയത്ത് ഈ ശ്ലോകം ഇത് രണ്ടും വെവ്വേറെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേയ ശ്രീമാൻ അങ്ങനെയല്ല, ശ്രേയ ശ്രീമാൻ എന്നുള്ളത് ഒരേ നാമമാണ്. ശ്രേയ ശ്രീമാൻ എന്നാണ് നാമം. അതിനർത്ഥം ശ്രേയസ്സിന് വേണ്ടി ആശ്രയിക്കേണ്ടവളായ ശ്രീയോടുകൂടിയവൻ, ശ്രേയ ശ്രീമാൻ. ഭാഷ്യകാരൻ പറയുന്നു, എല്ലാ തരത്തിലുള്ള പുരുഷാർത്ഥങ്ങളെയും പ്രാപിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ടവളാണ് ലക്ഷ്മി ദേവി. അങ്ങനെ അതാണ്. അപ്പോൾ ആ ലക്ഷ്മി ദേവിയോട് കൂടിയവൻ. ശ്രേയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടത് എന്നാണ്. ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടത് ലക്ഷ്മി ദേവിയെ ആണ്. ആ ലക്ഷ്മി ദേവി ഉള്ളത് ഭഗവാനോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ആ ലക്ഷ്മി ദേവിയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ശ്രേയ ശ്രീമാൻ എന്ന് നാമം.
രാമായണത്തിലൊരു ഉദാഹരണം പറയുന്നു. പ്രണിപാത പ്രസന്നാഹി മൈഥിലി ജനകാത്മജ അലമേഷ പരിത്രാതും രാക്ഷസ്യ മഹതോ ഭയാത്. അതായത് ത്രിജട എന്ന ഒരു രാക്ഷസി മറ്റ് രാക്ഷസിമാരോട് ഈ സീതാദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാണ്. ലങ്കയിലെത്തിയതിന് ശേഷം ഈ രാവണൻ സീതാദേവിയെ നോക്കാൻ വേണ്ടി, സീതാദേവിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണ് ത്രിജട എന്നുള്ള രാക്ഷസി. ആ രാക്ഷസി തൻ്റെ മറ്റ് രാക്ഷസി സുഹൃത്തുക്കളോട് സീതാദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാണ്. ജനകസുതയായ മൈഥിലി ദേവി തന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരിൽ പ്രസന്നയാകുന്നവളാണ്. അല്ലയോ രാക്ഷസിമാരെ, ആ ആശ്രയം ഒന്ന് മാത്രം നമ്മെ മഹത്തായ ഭയത്തിൽ നിന്നും രക്ഷിക്കാൻ പര്യാപ്തമാണ്. അതായത് സീതാദേവി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ വേറൊരു രൂപമാണ്. അപ്പോൾ സീതാദേവിയിലൂടെ ഇവിടെ പറയുന്നത് ലക്ഷ്മിയുടെ മഹാത്മ്യമാണ്. ആ ലക്ഷ്മിയെ ആശ്രയിച്ചാൽ എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും മുക്തി ഉണ്ടാകും. അതായത് സീതാദേവിയെ ആശ്രയിക്കുന്നവരിൽ ആ ദേവി പ്രസന്നയാകും. അങ്ങനെ ആ ആശ്രയിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഭയവും ഇല്ലാതാകും, എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും. തുടർന്ന് പറയുന്നു, ശരീരാരോഗ്യം ഐശ്വര്യം അരിപക്ഷക്ഷയ സുഖം. ദേവിയെ ആശ്രയിച്ചാൽ, ലക്ഷ്മി ദേവിയെ ആശ്രയിച്ചാൽ എന്തൊക്കെ ലഭിക്കുമെന്ന് പറയാണ്. ശാരീരികമായ ആരോഗ്യം, തൻ്റെ ശത്രുക്കളുടെ ക്ഷയം, പരമമായ സുഖം എന്നിവ ആ ലക്ഷ്മി ദേവി പ്രദാനം ചെയ്യുന്നു. തുടർന്ന് പറയുന്നു, ഭുക്തി മുക്തി ഫലദായിനി. ഭോഗമോക്ഷങ്ങളെ തരുന്നവളാണ് ലക്ഷ്മി ദേവി. യസ്യാം ഹിരണ്യം വിന്ദേയം ഗാമശ്വം പുരുഷാനഹം. ശ്രീസൂക്തത്തിലെ ഒരു ഭാഗമാണിത്. ആ ദേവിയിൽ നിന്ന് സ്വർണവും ഗോക്കൾ, കുതിരകൾ, സന്താനങ്ങൾ എന്നിവയും എനിക്ക് ലഭിക്കട്ടെ. ദേവിയോട് ആഹ്വാനം ചെയ്യാണ്. ഈ ലക്ഷ്മി ദേവിയെ ആശ്രയിച്ചാൽ, ലക്ഷ്മി ദേവിയെ ഉപാസിച്ചാൽ അളവറ്റ ധനം കിട്ടുമെന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. തുടർന്ന് പറയുന്നു, ശ്രീയം ലോകെ ദേവജുഷ്ടാമുദാരാം. ശ്രീ സൂക്തത്തിൽ തന്നെ പറയുന്നതാണ്, ദേവന്മാർ തങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നവളും ഉദാരമതിയുമായ ദേവി എന്നിങ്ങനെ ലക്ഷ്മി ദേവിയുടെ നിർവചനങ്ങൾ. ഇപ്പം ലക്ഷ്മി ദേവിയുടെ നിർവചനങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്മി ദേവി ആർക്ക് എന്ത് ഐശ്വര്യം വേണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഐശ്വര്യത്തിന് ആശ്രയിക്കേണ്ടവളാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയോട് കൂടിയവൻ ആണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ശ്രേയശ്രീമാൻ എന്ന് നാമം. അടുത്തത് 620 നാമം, ലോകത്രയാശ്രയ. ഭാഷ്യകാരൻ പറയുന്നു, ജഗന്മാതാവായ ശ്രീലക്ഷ്മി ദേവിയോടൊപ്പം പിതാവിനെ പോലെ 3 ലോകങ്ങൾക്കും ആശ്രയിക്കാവുന്നവളാണ് ദേവി. ആ ദേവിയോട് കൂടിയവൻ എന്നർത്ഥത്തിൽ ലോകത്രയാശ്രയ എന്ന് നാമം. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ജഗത്തിൻ്റെ മാതാവാണ്. അപ്പോൾ നാരായണൻ എന്ന് പറയുന്നത് ജഗത് പിതാവ്. അപ്പോൾ ജഗന്മാതാവായ ശ്രീലക്ഷ്മിയോടൊപ്പം പിതാവിനെ പോലെ 3 ലോകങ്ങൾക്കും ആശ്രയിക്കാവുന്നവളാണ്. 3 ലോകങ്ങൾക്കും ആശ്രയിക്കാവുന്നവനാണ് ആ ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവിയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ലോകത്രയാശ്രയ, ലോകത്രയങ്ങളുടെ ആശ്രയം. ത്വം മാതാ ലോകദേവാനാം ദേവദേവോ ഹരി പിതാ. അല്ലയോ ദേവി, അവിടുന്ന് ലോകമാതാവും ദേവദേവനായ ഹരി പിതാവും ആകുന്നു. ഇനി അടുത്ത ശ്ലോകം, 66 ശ്ലോകം. സ്വക്ഷസ്വങ്കശതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര.
വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. ഇതിലെ നാമങ്ങൾ സ്വക്ഷ, സ്വംഗ, ശതാനന്ദ, നന്ദി, ജ്യോതിർഗണേശ്വര, വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ഛിന്ന സംശയ. ഇങ്ങനെ 9 നാമങ്ങൾ. 620. അതിൽ ആദ്യത്തെ നാമം 621 നാമം സ്വക്ഷ. മനോഹരമായിട്ടുള്ള കണ്ണുകൾ ഉള്ളവൻ സ്വക്ഷ. ഭാഷ്യകാരൻ പറയുന്നു, ലക്ഷ്മി ദേവിയുടെ ദിവ്യ സൗന്ദര്യമാകുന്ന അമൃത സമുദ്രത്തെ കുടിക്കാവുന്ന രീതിയിൽ മനോഹരമായ കണ്ണുകളോട് കൂടിയവരാണ് ഭഗവാൻ എന്നതിനാൽ സ്വക്ഷ എന്ന് നാമം. തത് സൗന്ദര്യ സുധോദധി പാരീണ ദിവ്യകരണ സ്വക്ഷ. ലക്ഷ്മിയുടെ ദിവ്യ സൗന്ദര്യമാകുന്ന അമൃത സമുദ്രം. ലക്ഷ്മി ദേവി അതീവ സുന്ദരിയാണ്. ആ ദേവിയുടെ സൗന്ദര്യത്തെ അമൃത സമുദ്രവുമായിട്ട് ഉപമിച്ചിരിക്കുന്നു. ആ അമൃത സമുദ്രമാകുന്ന ആ ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യത്തെ കുടിക്കാനെന്ന വണ്ണം മനോഹരമായിട്ടുള്ള കണ്ണുകൾ. ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പാകത്തിന് ഒരു ആളുടെ കണ്ണുകൾ മാത്രമേ പ്രാപ്തമാകുന്നുള്ളൂ. അത് ഭഗവാന്റേതാണ്. കാരണം ആ സൗന്ദര്യത്തിനെ മുഴുവനായിട്ടും കണ്ട് ആസ്വദിക്കാൻ ഭഗവാന്റെ കണ്ണുകൾക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ. അപ്പൊ കണ്ണുകൾ കൊണ്ട് കുടിക്കുക എന്നുള്ളൊരു പ്രയോഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാരായണീയത്തിൽ ഭഗവത് സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വ എന്ന് നാരായണ ഭട്ടതിരി പറയുന്നുണ്ട്. നേത്രം കൊണ്ടും കണ്ണുകൾ കൊണ്ടും ചെവികൾ കൊണ്ടും കുടിച്ചിട്ട്. പിബരേ രാമരസം എന്ന് പറയും. രാമരസത്തെ കുടിക്കുക. കബീറിൻ്റെ ഒരു വരിയുണ്ട് ഈ രാമരസത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. പീബത്ത് രാമരസ് ലഗേ ഖുമാരി. പീബത്ത് രാമരസ് ലഗേ ഖുമാരി എന്ന് പറഞ്ഞാൽ രാമരസത്തെ കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഖുവാരി എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിനും സുഷുപ്തിക്കും ഇടയിലുള്ളൊരവസ്ഥ. അതൊരു ആനന്ദാവസ്ഥയാണ്, സ്വപ്നാവസ്ഥയല്ല. അത് നമ്മൾ ഉറങ്ങുകയല്ല, എന്നാൽ ജാഗ്രത അവസ്ഥയുമല്ല. അതിനിടയിലുള്ള ഒരു ആനന്ദാവസ്ഥയാണ് ഖുവാരി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീബത്ത് രാമരസ് ലഗേ ഖുവാരി. ഈ രാമരസത്തെ കുടിക്കുന്ന നിമിഷം, കുടിച്ചതിന് ശേഷമല്ല, കുടിക്കാൻ ഒരുമ്പെടുന്നതിന് മുമ്പല്ല, കുടിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ആനന്ദം. അപ്പൊ രാമരസത്തെ കുടിക്കുന്നു. അല്ലയോ ജനങ്ങളോട് പറയുന്നു, പിബരേ രാമരസം, രാമരസത്തെ കുടിക്കൂ എന്ന് പറയുന്നത് പോലെ ഈ ദേവിയുടെ മനോഹരമായിട്ടുള്ള സൗന്ദര്യത്തെ കുടിക്കുവാൻ പാകത്തിന് കണ്ണുകളോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് സ്വക്ഷ, സു അക്ഷ, സ്വക്ഷ എന്ന് നാമം. അടുത്ത 622 നാമം സ്വംഗ. ആ ദേവിക്കും ആസ്വദിക്കാനുള്ള രൂപത്തിൽ ആകർഷകമായ ശരീരത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ സ്വംഗ എന്ന് നാമം. സു അംഗ, മനോഹരമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവൻ, അംഗസൗഷ്ഠവം ഉള്ളവൻ. നമ്മളിതിനു മുമ്പും കേട്ടിട്ടുണ്ട്, ശ്രീരാമൻ അല്ലെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണു കൃത്യമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവനാണ്. ലോകത്തിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആളാണ്. ഭഗവാന്റെ ആ അംഗത്തെ, ആ മനോഹരമായിട്ടുള്ള അംഗത്തെ
ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കുന്നവൾ ദേവി മാത്രമാണ്. അങ്ങനെ ആ ദേവിക്ക് ആസ്വദിക്കാനുള്ള രൂപത്തിൽ ആകർഷകമായ ശരീരത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ സ്വങ്ക എന്ന് നാമം. ഈ രണ്ട് നാമങ്ങൾ കൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കുകയാണ്. ദേവി ഭഗവാനെ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് ആനന്ദം അനുഭവിക്കുന്നു, ഭഗവാൻ ദേവിയെ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് ആനന്ദിക്കുന്നു. അങ്ങനെ ഒരു പാരസ്പര്യം ഇവർ തമ്മിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനോഹരമായ അംഗത്തോടു കൂടിയവൻ. അതുകൊണ്ട് ഭഗവാന് 622 നാമം സ്വങ്കഹ.